നമസ്തേ ഗരുഡാരൂഢേ ഢോലാസുരഭയങ്കരീ സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഏകാദശ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം ഭസ്മധാരണ വിധിയാണ് നാം ഇന്ന് അവലോകനം ചെയ്യുന്നത്. ഈ ഭസ്മ മഹിമ ഇത് വളരെ ദീർഘമായിട്ട് ഒരുപാട് അധ്യായങ്ങളിൽ കൂടി പറഞ്ഞു പോയിട്ടുണ്ട് ശ്രീമദ് ദേവി ഭാഗവതത്തില്. അതും നാരദ സംവാദമായിക്കൊണ്ട് നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ദേവി ഭാഗവതത്തില്. പക്ഷേ ആ സംവാദം വരുന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് പരമശിവൻ സ്വയം ഭഗവാൻ മഹാദേവൻ പറഞ്ഞുകൊടുത്തതിനെ അതേമാതിരി ഇവിടെ നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ മാഹാത്മ്യം വളരെയധികം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഇത്രയധികം അധ്യായങ്ങളെ കൊണ്ട് ഇത്രയധികം വിസ്തരിച്ചു പറയുന്നു. അതും സ്വയം ഭഗവാൻ മഹാദേവൻ തന്നെ പറയുന്ന മഹാദേവന്റെ വാക്കുകളെ നാരായണ ഋഷി ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള നാരദന് ഉപദേശിച്ചു കൊടുക്കണോ എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം എത്രയുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. നമുക്ക് കേട്ടുപോകുന്ന സമയത്ത് ഇത് പ്രാവർത്തികമൊന്നുമല്ല, ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയും പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല. കാരണം ഇതിലെ കഥകളോ മറ്റുള്ളോ ഒന്നുമല്ല. സാധാരണ ഒരു ഭസ്മം അത് ഉണ്ടാക്കി ധരിക്കുക. ഭസ്മധാരണം വിശിഷ്ടമാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഭസ്മം ധരിക്കാറുണ്ട്, അതും അറിയാം. പക്ഷെ ഇതൊക്കെ ഇപ്പം നമുക്ക് ചെയ്തു നടക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ വിധത്തിലൊക്കെ ഭസ്മം ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ആരുണ്ടാക്കുന്നത്, എവിടെയാ കിട്ടുന്നത്, ആർക്കാ ധരിക്കാൻ കഴിയുന്നത്? ഇതൊന്നും പ്രായോഗികമായിട്ടുള്ളതല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ എങ്കിലും അതിന്റെ മാഹാത്മ്യത്തിനെ പറഞ്ഞു പോകുന്ന സമയത്ത് അതിനെ പറയേണ്ടി വരണു എന്നുള്ളതാണ്. അപ്പോൾ ഭസ്മധാരണ വിധിയാണ് പറയണത്. ഈ ഭസ്മധാരണം കൊണ്ടുള്ള ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ പറയാം. സർവകാമങ്ങളും പ്രദാനം ചെയ്യുന്ന എന്നതാണ് ഈ ഭസ്മധാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ വിധിയെയും മഹാത്മ്യത്തെയും പറയാൻ തുടങ്ങുന്നത്. കറുത്ത നിറമുള്ള പശുവിന്റെ ചാണകം എടുക്കണം. അത് ദുർഗന്ധമുള്ളതാവരുത്. ചാണകം നമ്മൾ എടുക്കുന്ന സമയത്ത് താഴെ വീണിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലുള്ള നേരത്തെ പറഞ്ഞതുമാതിരി പൊടിയോ കല്ലോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റണം. ചിലപ്പോൾ ഈ ചാണകത്തിലൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പുഴുക്കളെയൊക്കെ ആ ചാണകത്തിൽ നിന്ന് മാറ്റണം. അല്ലാതെ കണ്ട് ആ പുഴുവുള്ള ആ ചാണകത്തിനെ ഉരുട്ടി വെയിലിൽ വെച്ച് ഉണക്കി അതിനെ ഭസ്മമാക്കരുത്. കാരണം അതിനുള്ളിൽ ആ പുഴുവും ചെത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെയും ചുട്ടുകരിച്ച് ആ ഭസ്മവും അതിന്റെ ഭസ്മവും അതിൽ ചേരുന്നുണ്ട്. അതുകൊണ്ട് ശുദ്ധിയാക്കി എടുക്കണം ചാണകത്തിനെ എന്ന് പറയാണ്. അതുകൊണ്ടാണ് താഴത്ത് വീഴുന്നതിന് മുമ്പുള്ള ചാണകത്തിനെ ശേഖരിക്കണം എന്ന് പറയണത്. അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നാണ് പറയണത്. അത് എടുക്കുന്ന സമയത്തും അതൊക്കെ ഉരുട്ടുന്ന സമയത്തും സദ്യോജാതം മുതലായിട്ടുള്ള മന്ത്രങ്ങള്, ത്രയംബകം യജാമഹേ മുതലായിട്ടുള്ള മന്ത്രങ്ങള് ജപിക്കുന്നത് ആവശ്യമാണ്, വിശിഷ്ടമാണ്. ഇനി ആ മന്ത്രങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം മഹാദേവന്റെ ജപിച്ചാലും മതി എന്ന് പറയുന്നുണ്ട്. അതിനെ വളരെ ആ ഭസ്മത്തിനെ നമ്മൾ
ഉണ്ടാക്കിയെടുക്കുന്ന ഭസ്മത്തിനെ ശുചിയായിട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട്. അശുദ്ധമാവരുത്. അശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഭസ്മത്തിനെ വെക്കുക, ആ ഭസ്മത്തിനെ അശുദ്ധമാക്കുക മുതലായവ ചെയ്യരുത്. ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് പൂജാമുറി മുതലായിട്ടുള്ള നമ്മൾ നിത്യപൂജകൾ ചെയ്യുന്ന ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വെക്കണം. കുളിക്കാതെ അല്ലെങ്കിൽ പുലവാലായ്മയോടുകൂടി അതിനെ സ്പർശിക്കുക മുതലായവ ചെയ്ത് അതിനെ അശുദ്ധമാക്കരുത്. ശിവസന്നിധിയിൽ വെച്ച് നിർമ്മിച്ച വിഭൂതി വളരെ വിശിഷ്ടമാണ്. ഈ ഭസ്മം എല്ലാവർക്കും, 4 വർണ്ണങ്ങളിലുള്ളവർക്കും 4 ആശ്രമങ്ങളിലുള്ളവർക്കും ധരിക്കാം എന്ന് മാത്രമല്ല, ധരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ ധരിക്കുന്ന സമയത്ത് മന്ത്രത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ധരിക്കേണ്ടതാണ് എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. കോടി ജന്മങ്ങളോളം സംസാരത്തിൽ നിന്ന് മുക്തി ലഭിക്കും ഈ വിധത്തിൽ ഉണ്ടാക്കിയ ഭസ്മത്തിനെ വേണ്ട വിധത്തിൽ ധരിച്ചാൽ എന്ന് പറയാണ്. ശിവ അർച്ചന ചെയ്യാത്ത ജന്മവും ആ ശിവന്റെ ഭസ്മത്തിനെ ധരിക്കാത്തതായിട്ടുള്ള ശരീരവും ആരാണോ ഉള്ളത് അവർ അസത്തുക്കളാണ്, മഹാപാപികളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണോ ത്രിപുണ്ഡ്രകം ഭക്തിപൂർവം ധരിക്കുന്നത് അവർ ശിവനെ തന്നെയാണ് സ്വന്തം ശരീരത്തിൽ ധരിക്കുന്നത് എന്നെല്ലാം അവിടെ അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പറഞ്ഞു. പിന്നെ ആ ഭസ്മം ധരിക്കാതെ കണ്ട് ചെയ്യുന്നതായിട്ടുള്ള യാഗയജ്ഞ ഹോമ പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു ഫലവും കിട്ടുന്നില്ല എന്നുള്ളതിനെ കുറച്ച് ശ്ലോകങ്ങളിൽ കൂടി അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ആ ഭസ്മ ധാരണം കൊണ്ടുള്ള വിശിഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെയാണ്. പിന്നെ ഓരോ വർണ്ണത്തിലുള്ളവര് എങ്ങനെ ധരിക്കണം, എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ധരിക്കണം മുതലായവയൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്തായാലും ആ ഭാഗങ്ങളൊന്നും വളരെ വർണ്ണിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ സാരത്തിനെ എടുത്താൽ മതി. ശുദ്ധമായിട്ടുള്ള ഭസ്മം ഉണ്ടാക്കുക, അതിനെ ശുദ്ധിയോടുകൂടി വയ്ക്കുക, കുളിച്ചു വന്ന ശുദ്ധിയോടുകൂടി ദിവസവും ധരിക്കുക. അങ്ങനെ ആ ഭസ്മം ധരിച്ചുകൊണ്ട് നമ്മൾ നാമജപങ്ങളും ക്ഷേത്രാടനങ്ങളും പൂജകളും യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതിനെ അവിടെ എടുത്തു പറഞ്ഞതാണ്. എന്തായാലും ആ ഭസ്മ വിവരണം ഇനിയും തുടർന്നു പോകുന്നുണ്ട്. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. നാളെ മുതൽ അടുത്ത അധ്യായം നമുക്ക് അവലോകനം ചെയ്തുകൊണ്ടു പോകാം. ശ്രീ മഹാദേവാദിഭ്യോ നമഃ. മഹാദേവ്യൈ നമഃ.